മാഷേ, 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത്, സ്വന്തം സഹപാഠികളിൽ നിന്ന് നേരിടേണ്ടി വന്നത് അതിദാരുണമായിട്ടുള്ളൊരു പീഡനമായിരുന്നു. അതിനെ തുടർന്നാണ്, അതിൽ മനംനൊന്താണ് ഈ കുട്ടി താൻ താമസിച്ചിരുന്ന വീട്ടിലെ ഫ്ലാറ്റിൻ്റെ 26ാം നിലയിൽ നിന്ന് സ്വയം ചാടി ജീവൻ ഒടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെറും 13 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് ജീവൻ ഒടുക്കാൻ വേണ്ടിയിട്ട് തോന്നുക എന്ന് പറയുന്നത് അതൊരു നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. സഹപാഠികളായിട്ടുള്ളവർ, വെറും 13 വയസ്സേ ഉള്ളൂ അവർക്ക്, അവരുടെ മനസ്സിൽ നിന്നും, കുഞ്ഞു മനസ്സിൽ നിന്ന് പോലും ക്രൂരവും ഒട്ടും മനുഷ്യത്വമില്ലാത്ത രീതിയിലുമുള്ള മാനസികാവസ്ഥ രൂപപ്പെടുകയാണ്. എന്തുകൊണ്ടാണിത്? അല്ല, ഇത് നമ്മളെ സങ്കടപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരവസ്ഥയാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കേരളം ആര് ഭരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കേരളം ഇങ്ങനെയായി തീർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സങ്കടവും ദുഃഖവും ഉണ്ടാക്കേണ്ട കാര്യം. ഇങ്ങനെയല്ല കേരളം ആകേണ്ടതെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മുടെ കലാലയങ്ങൾ, ആ കലാലയങ്ങളിൽ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്, അവരെന്താണ് അവിടെ നിന്ന് സ്വാംശീകരിക്കുന്നത്. കലാലയങ്ങളിൽ നിന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, ഈ കലാലയങ്ങളിൽ നിന്നാണ് ഭാവി പൗരന്മാർ നിർമ്മിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഭാവി പൗരന്മാരെയാണോ കലാലയങ്ങളിൽ നിർമ്മിക്കപ്പെടേണ്ടത്? ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്, തിരുവാണിയൂർ. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പബ്ലിക് സ്കൂളുകളെന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളുകളിൽ എല്ലാ തരത്തിലുള്ള കുട്ടികൾ വന്ന് പഠിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. മോശമായ കുട്ടികളുണ്ടാവും, സാധാരണക്കാരുടെ കുട്ടികളുണ്ടാവും, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലെയുള്ള സ്കൂളിൽ അങ്ങനെയല്ല, സമ്പന്നരുടെ കുട്ടികൾ മാത്രമാണ് പഠിക്കാൻ. അങ്ങനെ പഠിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സ്കൂളുകളിൽ എന്താണ് സ്കൂൾ അധികൃതരും അതേപോലെ തന്നെ അധ്യാപകർ പഠിപ്പിക്കുന്നതെന്ന് ചോദ്യം ഉയരുന്നുണ്ട്. നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ ഇതിൽ ഇടപെടേണ്ട ഒരു കാലമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ സ്വഭാവ സവിശേഷത രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് അധ്യാപകരുടേതാണ് എന്നാണ് കരുതപ്പെട്ടിരുന്നത്. അധ്യാപകരാണ് കുട്ടികളെ മോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പല വിഷയങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പല വിഷയങ്ങൾ പഠിപ്പിക്കാൻ സബ്ജക്റ്റീവായിട്ടുള്ള വിഷയങ്ങളുണ്ട്. മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇനി കൊമേഴ്സിലേക്ക് തിരിഞ്ഞാൽ അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസിലേക്ക് തിരിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിക്കുമ്പോൾ ആ വിഷയങ്ങൾ മാത്രമല്ല യഥാർത്ഥത്തിൽ അധ്യാപകർ പഠിപ്പിക്കുന്നത്. പകരം ആ വിഷയങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു സോഷ്യൽ അവെയർനെസ്, സാമൂഹ്യ ബോധ രൂപീകരണ പ്രക്രിയ അതുകൂടി സ്കൂളിൽ നടക്കേണ്ടതാണ്. അത് തീരെ നടക്കുന്നില്ല എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയെ അതിഭീകരമായിട്ടുള്ള രീതിയിൽ റാങ്കിങ്ങിന് വിധേയമാക്കി, കറുത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ട് എന്ന് അമ്മ പൊതുസമൂഹത്തിനും അതോടൊപ്പം തന്നെ ഭരണകൂടത്തിനും എഴുതിയൊരു തുറന്ന കത്തിൽ പറയുന്നുണ്ട്. അതായത് ക്ലോസറ്റിൽ തല കുത്തിവെച്ച് ക്ലോസറ്റിൽ നക്കിക്കുക, ഒപ്പം തന്നെ ഫ്ലഷ് അടുപ്പിക്കുക, ഇത്തരം രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഈ കുട്ടി നേരിട്ടിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അല്ല, എങ്ങനെയാണ് ഇവൻ്റെ കൂടെ പഠിക്കുന്നതായിട്ടുള്ള മറ്റ് കുട്ടികൾക്ക് ഇങ്ങനെ തൻ്റെ കൂട്ടുകാരനെ ചെയ്യണം എന്ന് തോന്നുന്നത്? എത്ര ക്രൂരമായിട്ടുള്ള ഒരു ക്രിമിനൽ മൈൻഡാണ് അവനുണ്ടാകുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിദ്ധാർത്ഥിൻ്റെ ക്രൂരമായ രീതിയിൽ എങ്ങനെയാണ് റാഗ് ചെയ്യപ്പെട്ടതെന്നുള്ള കാര്യം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അത് വലിയ രീതിയിൽ ചർച്ചയാവാനുള്ളൊരു കാരണമുണ്ട്. കാരണം അവിടെ ഒരു രാഷ്ട്രീയമുണ്ട്. അവിടെ SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്താം എന്നൊരു ഉദ്ദേശത്തോടു കൂടി അതിനെ ചർച്ചാ വിധേയമാക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്. ഇത് ചർച്ചയാവുന്നില്ല, കാരണം ഇവിടെ വലിയ രാഷ്ട്രീയമൊന്നുമില്ല. അപ്പം നമ്മുടെ സമൂഹം രാഷ്ട്രീയ അന്ധതയാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മാത്രം തലകുത്തി അധപ്പതിക്കുകയാണോ? അല്ല, രാഷ്ട്രീയം മാത്രം നോക്കുകയും രാഷ്ട്രീയം മാത്രം വാർത്തയാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പരിസ്ഥിതിയാണ് നമ്മൾ ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയ സമയത്ത് ഉണ്ടായത്. പക്ഷെ അത് മാത്രമല്ല ശരിക്കും നമ്മളുടെ സമൂഹം ചെയ്യേണ്ടത്. രാഷ്ട്രീയമാണോ നമ്മൾ ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും, ഈ രാഷ്ട്രീയത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കണമെന്ന് മാത്രം പറയുകയും ചെയ്യാൽ അത് അപകടമാണ്. ആ അപകടമാണ് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലെയുള്ളതായിട്ടുള്ള ഒരു CBSE സ്കൂളിനകത്ത് നടക്കുന്ന. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല.
രാഷ്ട്രീയം എന്താണെന്ന് ആ കുട്ടികൾക്ക് അറിയാനും പാടില്ല. പക്ഷേ അവർ ഇങ്ങനെയാണ് മോൾഡ് ചെയ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ അവരുടെ മനസ്സ് ക്രിമിനൽ മൈൻഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ക്രിമിനലൈസേഷൻ എന്ന് പറയുന്നതാണ് ഈ സ്കൂളുകളിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സ്കൂളുകളിൽ നിന്ന് വരുന്ന കാര്യമായിട്ട് മാത്രം നമ്മൾ കണക്കാക്കരുത്. ഈ കുട്ടികളുടെ കയ്യിലൊക്കെ വരുന്ന ഒരു സാധനമുണ്ടല്ലോ, ഫോൺ. ആ മൊബൈൽ ഫോണുകൾ ഇവർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണുകളിൽ കടന്നുകൂടുന്ന എല്ലാ തരം ഛിദ്രവാസനകളും ഈ കുട്ടികളുടെ വാസനകളായിട്ട് വികസിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇതായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികൾ നമ്മളൊക്കെ പഠിപ്പിക്കാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒരു 4-5 പേര് കൂടി ഇരുന്ന് ഒരു മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണണം. എത്ര ചെറിയ കുട്ടിയായാലും 10ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാൻ ചെല്ലുന്ന സമയത്ത് കാണുന്നതാണ്. 9ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാലും അവനിങ്ങനെ ഇരിക്കുന്നതാണ്, കുറച്ച് പേര് കൂടി ചേർന്ന്. അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈലാണ്. ഈ മൊബൈലിൽ എല്ലാത്തരം, മൊബൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും ഉണ്ട് അതിനകത്ത്, നല്ലതുണ്ട് ചീത്തയുണ്ട്. കുട്ടികൾ അവരുടെ ഒരു രീതി അനുസരിച്ച് ചീത്ത മേഖലകളിലേക്ക് കടന്നു പോവുകയും അങ്ങനെ ചീത്ത കാര്യങ്ങൾ കാണുകയും ചീത്ത കുട്ടികളായിട്ട് മാറുകയും അങ്ങനെയാണ് ഇവരുടെ മനസ്സിങ്ങനെ ക്രിമിനൽവൽക്കരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇതിനെ തിരുത്താനുള്ള സംവിധാനം വീട്ടിലില്ല, നാട്ടിലില്ല, പൊതുസമൂഹത്തിനകത്തില്ല, ക്യാമ്പസിലുമില്ല. ആ അപകടം തിരിച്ചറിഞ്ഞ് അടിയന്തരമായിട്ട് ഇത് തിരുത്താൻ സമൂഹം തയ്യാറായില്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. വീട്ടിൽ കുട്ടികൾ നിയന്ത്രിക്കപ്പെടുന്നില്ല, വീട്ടിൽ കുട്ടികളിരുന്ന് പഠിക്കുന്നില്ല. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലിരുന്ന് പഠിക്കും, അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ള അവരുടെ പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്റർ അവിടെയൊക്കെ പോയിരുന്നാണ് പഠിക്കുന്നത്. വീട്ടിൽ നിന്ന് പഠിക്കലൊന്നുമില്ല കുട്ടികൾ. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് സമൂഹം തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ശിക്ഷണത്തിൻ്റെ ഭാഗം അവിടെ വരും. ശിക്ഷിക്കൽ എന്ന് വെച്ചാൽ ശരിയല്ലാത്ത കാര്യം ചെയ്താൽ നമ്മൾ വഴക്ക് പറയുന്നു, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ശ്രമിച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്, ശരിയാക്കേണ്ടത്. ഇപ്പോൾ ശിക്ഷകളില്ല, ശരിക്കും പറഞ്ഞു ശിക്ഷണവുമില്ല. കുട്ടികൾ തോന്നിയ പോലെ അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് അവരുടെ മൈൻഡിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഇത് ശരിയല്ലെന്ന് പറയാൻ ആരുമില്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരിക്കും. വീട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല, അധ്യാപകരുമില്ല, പൊതു സംവിധാനങ്ങളുമില്ല. ഇതാണ് നമ്മളെപ്പോലുള്ള ഇത്തരം ചില മീഡിയാസുകൾ മാത്രമേ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ല, ഈ മീഡിയയിൽ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്താൽ ഇത് കാണാനും ആളില്ല. ഗൗരവമായിട്ട് നമ്മളൊരു വിഷയം ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുക, അത് കാണാൻ ആളില്ല. അപ്പോൾ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് വൈകൃതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് തിരുത്തൽ ആവശ്യമുള്ളത്. ഗൗരവമുള്ളൊരു കാര്യം കേൾക്കാൻ മനുഷ്യൻ തയ്യാറല്ല. കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് എന്താണ് 2024 വാക്ക് എന്താണ് എന്ന് തിരഞ്ഞെടുത്തിരുന്നു. അത് എന്താണ്, ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന വാക്കായിരുന്നു. തലച്ചോറ് ചീഞ്ഞു കഴിഞ്ഞിരിക്കുന്നവർ ഇത്തരത്തിലാണ് ചെയ്യൽ വരുന്നത്. തലച്ചോറിനെ വളർത്തി വികസിപ്പിച്ച് വളരെ മനോഹരവും സുന്ദരമാക്കി മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ ചിന്തകളിൽ നിന്ന് സമൂഹത്തെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഈ UGCയുടെ ഒരു കണക്ക് പ്രകാരം കഴിഞ്ഞൊരു 5 വർഷത്തിനിടെ ഏകദേശം 25 വിദ്യാർത്ഥികളാണ് സ്വയം റാഗിങ്ങിനെ തുടർന്ന് സ്വയം ജീവൻ ഒടുക്കേണ്ടി വന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടത്. റാഗിങ് നിയമപരമായിട്ടത് തെറ്റാണ്. പല ക്യാമ്പസുകളിലും അത് റാഗിങ് നിരോധനമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ബോർഡുകളുണ്ട്, പല കംപ്ലൈൻറ്റ് ബോക്സുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് വരാത്ത സാഹചര്യമാണ് രൂപപ്പെടുന്നത്. അതായത് ഒരുത്തനെ മൃഗീയമായിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തോ ഒരു തരത്തിലുള്ള ലഹരി കുട്ടികളുടെ ഉള്ളിൽ രൂപപ്പെടുകയാണ്. അല്ല, കുട്ടികൾ വളരെ മോശമായ രീതിയിൽ പാകപ്പെടുത്തപ്പെടുന്നു, രൂപപ്പെടുത്തപ്പെടുന്നു. അതിന് അറുതി വരുത്തേണ്ടതൊരാവശ്യമാണ്. ഇപ്പോൾ UGCയുടെ കണക്ക് മാത്രമല്ല, അതുകൂടാതെ നമ്മളെ കോട്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കേട്ടല്ലേ, രാജസ്ഥാൻ. അവിടെ ഉള്ള എല്ലാ കോച്ചിങ് സെൻറ്ററുകളും സ്ട്രെസ് ഫാക്ടറികളാണെന്ന് പറയാം. അത്ര അമിതമായിട്ടുള്ള സമ്മർദ്ദം വന്നിട്ട് ആ കുട്ടികൾ ഒരു പരീക്ഷ കഴിഞ്ഞ് വന്നതിന് ശേഷം 6, 7, 8, 9, 10 നിലകളുടെ മുകളിൽ നിന്ന് ചാടിച്ചാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്രയോ മരണങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല സമൂഹം. പകരം സമൂഹം അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണക്കാക്കും. നമ്മളുടെ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ഈ കുട്ടിയുടെ വിഷയം അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കി 3-4 ദിവസം കഴിയുമ്പോൾ വിസ്മരിക്കും. അത് ശരിയല്ല. ശരിക്കും സമൂഹത്തിന് ഇങ്ങനെയുള്ള ചില അർബുദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തി അതിനെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കണം. ശസ്ത്രക്രിയ ആവശ്യമാണ്. അതാണ് പ്രശ്നം. ഞാനിപ്പോൾ തുടക്കത്തിൽ SFIനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ പലരും വിചാരിക്കും ഇവൻ കമ്മിയാണെന്ന്.
കൃത്യമായിട്ട് എസ് എഫ് ഐയുടെ നരാധമത്വം നമ്മൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. ആ വിദ്യാർത്ഥി കൂട്ടത്തിൻ്റെ അവരുടെ ഭാഗമായിട്ട് നിരവധി ആളുകളാണ് ക്യാമ്പസുകളിൽ റാഗിങ്ങിന് വിധേയമായിപ്പെട്ടിട്ട് വലിയ ക്രൂരമായ പീഡനങ്ങൾക്കും വലിയ മരണങ്ങളിലേക്ക് വരെ സംഭവിച്ചിട്ടുള്ളത്. അത്തരത്തിലൊന്നാണ് സിദ്ധാർത്ഥിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നമുക്കൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പസ് രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതൊരു വരേണ്യ വർഗത്തിൻ്റെ ഒരു സ്കൂളാണ്. കാരണം വലിയ തുക ഫീസ് നൽകി അവിടെ അങ്ങനെ പഠിക്കുന്ന ഒരു സ്കൂളാണിത്. ഇവൻ താമസിക്കുന്നത് ചോയ്സ് പാരഡൈസ് എന്നാണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ളൊരു ഫ്ലാറ്റിലാണ്. അത് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ വലിയ സമ്പന്നരുടെ സ്കൂളാണ്, സമ്പന്നരുടെ സുഹൃത്ത് വലയമാണ്, സമ്പന്നർ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ ഇങ്ങനെ ആകാൻ പാടില്ല, ആരും ആകാൻ പാടില്ല. വളരെ ഗൗരവമായിട്ട് ചർച്ച നടക്കട്ടെ, തിരുത്തട്ടെ.